ഇനി കണ്ണൂരിലേക്കാണ് അരുൺ പൂവർമ്മ ചേരുന്നു. കണ്ണൂരിൽ എന്താണ് സ്ഥിതി അരുൺ? യാത്രക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടോ? പണിമുടക്കിന്റെ അവസ്ഥ എന്താ? അവിടെയും ബന്ദ് സമാനമാണോ? SKN കണ്ണൂരിൽ യാത്രക്കാർ വലഞ്ഞിട്ടുണ്ട്. മറ്റിടങ്ങളിലെ സമാന സാഹചര്യം തന്നെയാണ് കണ്ണൂരിലും ഉള്ളത്. കണ്ണൂരിൽ പൊതുവെ ഈ പൊതുപണിമുടക്കിനോടൊക്കെ ഇത്തരത്തിൽ ഹർത്താൽ സമാനമായ സാഹചര്യം തന്നെയാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. ഇന്നും അങ്ങനെ തന്നെയാണ്. രാവിലെ മുതൽ ചുരുക്കം ചില വാഹനങ്ങൾ മാത്രമാണ് നിരത്തിൽ ഇറങ്ങിയിട്ടുള്ളത്. കടകമ്പോളങ്ങളൊക്കെ പൂർണ്ണമായും തന്നെ അടഞ്ഞു കിടക്കുകയാണ്. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡിന്റെ പരിസരത്താണ്. KSRTC ബസ്സുകൾ ഇവിടുന്ന് ഇപ്പോൾ ഈ ദീർഘദൂര ബസ്സുകൾ, ഈ ഡിപ്പോയിലേക്ക് വരേണ്ട ബസ്സുകൾ മാത്രമാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് എറണാകുളം ഭാഗത്തൊക്കെ രാവിലെ ഇവിടെ എത്തേണ്ട ബസ്സുകൾ മാത്രമാണ് ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. ഇവിടുന്ന് രാവിലെ പുറപ്പെടേണ്ട നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരമനുസരിച്ച് 25 സർവീസുകൾ ഇതിനകം തന്നെ മുടങ്ങിയിട്ടുണ്ട്. രാവിലെ ഒരു സർവീസ് മാത്രമാണ്, മൂകാംബികയിലേക്കുള്ള ഒരു സർവീസ് മാത്രമാണ് ഇവിടുന്ന് യാത്ര പുറപ്പെട്ടത്. അത് നേരത്തെ തന്നെ ബുക്കിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് അത്തരത്തിൽ സർവീസ് നടത്താനായത് എന്നതാണ് അധികൃതർ പറയുന്നത്. മറ്റ് ജീവനക്കാരൊക്കെ ഇവിടെ പണിമുടക്കിയിട്ടാണുള്ളത്. ചില ജീവനക്കാർ എത്തിയിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഈ സർവീസ് നടത്താൻ സാധിക്കുന്നില്ല. പോലീസിന്റെ സുരക്ഷ ഉൾപ്പെടെ ലഭിച്ചാൽ അധികൃതർ കൃത്യമായ നിർദ്ദേശം നൽകിയാൽ സർവീസ് നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ചില യാത്രക്കാർ കൂടി ഉണ്ട്. ചേട്ടാ, ഇവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടത്? എനിക്ക് കൊട്ടിയൂർക്കായിരുന്നു പോകേണ്ടത്. അപ്പൊ ഇന്നലെ മിനിസ്റ്ററുടെ ഓർഡർ ഉണ്ടായിരുന്നു, KSRTC ഓടുമെന്നായിരുന്നു പറഞ്ഞിരുന്നേ. അതും പ്രകാരമാണ് ഞാൻ തിരുവനന്തപുരത്തു നിന്ന് ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് അന്തർ സംസ്ഥാനമായ ഇരട്ടി വഴി എന്നാൽ പോകാമെന്ന് വിചാരിച്ചു. പേട്ടയ്ക്കാണെങ്കിലും വണ്ടികളുണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു സർവീസും നടക്കുന്നില്ല. ഞാൻ അവിടെ ഓഫീസിൽ പോയി നോക്കി. അവിടുത്തെ ജീവനക്കാരെല്ലാം അവിടെ മൗനം പാലിച്ചവരവിടെ ഇരിക്കുന്നു. ബസ്സുകളൊന്നും ഓടുന്നില്ല, ഇരട്ടി ബസ് ഓടുന്നില്ല, ഒരു വണ്ടി ഓടുന്നില്ല. രാവിലെ മുതലേ തിരുവനന്തപുരത്ത് വന്ന് ഇവിടെ കാത്തു നിൽക്കുവാണ്. ഒരു വെള്ളം പോലും കിട്ടാനില്ല. അത് വീട്ടിൽ നിന്ന് ഒരു വണ്ടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞാൽ പോലും പെട്രോൾ അടിക്കാൻ പമ്പ് പോലും ഇല്ല. അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നേരത്തെ KSRTC സർവീസ് നടത്തുമെന്ന് മന്ത്രി ഉൾപ്പെടെ അറിയിച്ചതാണ്. അത് പ്രതീക്ഷിച്ച് ദീർഘദൂര, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ചേട്ടൻ തിരുവനന്തപുരത്ത് നിന്നാണ് രാവിലെ കണ്ണൂർ എത്തിയത്. അപ്പോൾ ഇരിട്ടിയിലേക്ക് KSRTC രാവിലെയൊക്കെ സർവീസ് നടത്താറുള്ളതാണ്. അങ്ങനെ സർവീസ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് വന്നവർ ഒക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. യാത്രക്കാരൊക്കെ ബസ് കാത്തു നിൽക്കുന്ന ദൃശ്യങ്ങൾ കൂടെ കാണാം. എന്തായാലും ഹർത്താലിന് സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് പൊതുപണിമുടക്കിൽ കണ്ണൂരിലുള്ള കാഴ്ച.